അശ്വിനെ, ഈ കാണുന്ന ആളുടെ പേരെന്താ? ആളുടെ പേര് കണ്ണെന്നാണ്. ആൾക്ക് എത്ര വയസ്സുണ്ട് ഇപ്പോൾ? ആളിപ്പോ 4 വയസ്സ്. ആൾക്ക് 4 വയസ്സ്. എത്ര വയസ്സുള്ളപ്പോ കൈ കിട്ടി നമുക്ക്? എൻ്റെ 22 ദിവസമുള്ള പിടിയതാ. 22 ദിവസം. അതായത് പാൽകുടി മാറിയിട്ടുണ്ടായില്ല? പാലുടി മാറിയില്ലേ. ആള് തീറ്റൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ക്രോസ് ചെയ്യുന്നുണ്ടോ? ക്രോസിംഗ് ആണ് ഇപ്പൊ നിലവിൽ അത്യാവശ്യം എല്ലാവരും ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലേ? എങ്ങനെയുണ്ട് ക്രോസ് ചെയ്തിട്ട്? എങ്ങനെ റിസൾട്ട്? നല്ല റിസൾട്ടാ. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര അസുഖമുള്ള പശുക്കൾക്ക് മാത്രമാണ് കുഴപ്പമില്ല, അല്ലാത്തവർക്കൊന്നും കുഴപ്പമില്ല. ആള് അടിപൊളിയാ. ഇതാ നിൽക്കണ നമ്മുടെ ഇതിന്റെ കുട്ടിയാ. പാലുൽപാദനം തുടങ്ങിയ പശുക്കൾ വല്ലതും ഉണ്ടോ ഇതിന്റെ കുട്ടികള്? ഇവിടെ അടുത്തുണ്ട്. 12 ലിറ്റർ മുകളിലാ കടിഞ്ഞില്. ഇവനെ തള്ളി നല്ല പാലുള്ള ഉള്ള തന്നെയാണ്. പക്ഷെ നമ്മുടെ എന്താ ഓവർ ഫീഡ് ഒന്നും ഇല്ലല്ലോ. നോർമൽ ഫീഡ് അല്ലോ, അതുകൊണ്ടുള്ള കുറച്ചുകൂടി തിന്നാൻ കൊടുക്കുകയാണെങ്കിൽ ആളൊന്നുകൂടി ബോഡിയും കാര്യങ്ങളൊക്കെ കയറി വരും. പിന്നെ ഇപ്പൊ കുറച്ച് ക്ഷീണം തന്നെയല്ലേ, വേനൽക്കാലാണല്ലോ, അതിന്റെ കുറച്ച് ക്ഷീണം കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ആള് നല്ല സെറ്റപ്പ് ആയിട്ട് നിൽക്കുക. ഇത്രത്തോളം വലിപ്പമുള്ളതുകൊണ്ട് ഫീഡിംഗ് ഒക്കെ എങ്ങനെയാണ് ഇവന്റെ? ഇല്ല, ഇവന് നോർമൽ ഫീഡ് തന്നെ കൊടുക്കണല്ലോ, ഓവർ ആയിട്ടൊന്നും ഇല്ല. ഇവന് കഞ്ഞിവെള്ളം കൊടുക്കും, കാര്യങ്ങള്. പിന്നെ നടന്ന് തീറ്റ അത്യാവശ്യം നല്ല രീതിയിൽ തീറ്റ ഉണ്ടാവും. പിന്നെ ഈ ക്രോസിംഗ് സമയത്തൊക്കെ ആളുടെ സമയത്ത് കുറച്ച് ആൾക്ക് ശ്രദ്ധ, അതായത് ഇവർക്ക് മതിയാവണല്ലോ, ഇവറ്റളെ അയച്ചിടാ ചെയ്യാ. പരിചയമില്ലാത്തവരൊന്നും പോയി പിടിക്കാൻ നിൽക്കില്ല. ഞാൻ അച്ഛൻ തന്നെ പോവുള്ളൂ. ക്രോസിംഗ് സമയത്ത് നോർമൽ എല്ലാ കാര്യം അയച്ചിടും. മൂക്കയറി ചങ്ങല മാത്രം ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാം അയച്ചിടും. നമ്മൾ എക്സ്ട്രാ ആയിട്ട് മുട്ട കൊടുക്കലോ അങ്ങനെയല്ലോ ഉണ്ടോ? ക്രോസിംഗ് കഴിഞ്ഞ കൊടുക്കും. മീനെണ്ണയും മുട്ട കൊടുക്കും. നാടൻ മുട്ടയില്ലേ 2 പിന്നെ മീനെണ്ണ, കുറച്ച് മഞ്ഞളോട് മിക്സ് കൊടുക്കും. നമ്മുടെ ഈ നാട്ടില് എത്ര പേര് ഇത് ചെയ്യിപ്പിക്കുന്നുണ്ട് ആളെ കൊണ്ട്? ഇവിടെ അത്യാവശ്യം എല്ലാവരും ചെയ്യുന്നുണ്ട്. അതായത് നോർമലായിട്ട് എല്ലാവരും ഇവിടെ മറ്റേ കുത്തിവെപ്പന്നെയാണുള്ളത്. ചെന പിടിക്കാണ്ടാകുമ്പോഴാണ് ആളുടെ അടുത്തേക്ക് വരിക. അതായത് കുത്തി വെക്കുമ്പോ ചാൻസ് കുറവാ, ഉറപ്പ് പറയാൻ പറ്റില്ല എത്ര ശതമാനം പിടിക്കുന്നത്. പക്ഷെ കുത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ. ഇത്രത്തോളം വലിപ്പമുള്ളതുകൊണ്ട് പലരും ചോദിച്ചു കാണുമല്ലോ വിൽക്കുന്നുണ്ടോന്ന്. ആള് കൊടുക്കാൻ ഇപ്പൊ ക്രോസ് അതായത് നിർത്തണവർക്ക് കൊടുക്കാനേ താല്പര്യമുള്ളൂ. അങ്ങനെ കൊടുക്കുന്നുണ്ടോ? അങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ല. കൊടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അതായത് നിർത്തി വളർത്താൻ പറ്റുന്ന വല്ല ഫാമുകാരൊക്കെ ഫാമുകാരാ അല്ലെങ്കിൽ അത്യാവശ്യം നോക്കാൻ പറ്റില്ല വീട്ടുകാരൊക്കെ നിർത്തുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇവിടുന്ന് കൊണ്ടുപോയാലും ആളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, ഈ പശുവിന്റെ അത്രയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും തോന്നല്ല. കുഴപ്പമൊന്നുമില്ല. ആള് സ്വാഭാവികം ഇപ്പൊ നോർമലി പശുക്കളെ അപേക്ഷിച്ചിട്ട് കുറവാ ബുദ്ധിമുട്ട്, അതായത് നോക്കാൻ ബുദ്ധിമുട്ട് കുറവാ. കാരണം അത്ര പ്രശ്നമുള്ള ആളൊന്നല്ല. ആള് ഭയങ്കര സൈലന്റാ. ഇവിടുത്തെ പശുക്കളെ ഫുള്ളായിട്ട് ഇങ്ങനെ അഴിച്ചു വിടണോണ്ട് അതിന്റെ കൂടെ ആളെയും വിടുവോ? ആളയച്ചിട്ട് തന്നെ ചെയ്യാറ്. ഞാൻ പോണ നേരത്തെ മാത്രമേ കിട്ടിയുള്ളൂ. കാരണം ഹീറ്റിന്റെ സമയത്തൊക്കെ ആൾക്ക് സമയത്താണെങ്കിൽ വിഷയമാണ്. 22 ദിവസം പ്രായമുള്ളപ്പോ നമ്മൾ എത്ര രൂപയ്ക്ക് ആളെ വാങ്ങിച്ചേ? ഞാൻ 1000 രൂപ മേടിച്ച. 1000 രൂപയ്ക്ക് വാങ്ങിച്ച. ഇന്നിപ്പോ മതിപ്പ് പോലെ ഒന്നും പറയാൻ പറ്റുമോ നമുക്ക്? മതിപ്പ് വില ഞാൻ മതിപ്പ് വില പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ. കാരണം നമ്മള് ലാഭം നോക്കിയിട്ടോ അല്ലെങ്കിൽ പെറ്റായിട്ട് വളർത്തുന്ന ആളാ. അത്രയും പെറ്റായതുകൊണ്ട് നമുക്ക് അങ്ങനെ മതിപ്പൊഴുന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, അറക്കാനൊന്നും എന്തായാലും കൊടുക്കാൻ ഉദ്ദേശമില്ല. അത്യാവശ്യം വളർത്താൻ താല്പര്യമുള്ളവരാണെന്ന് കൊടുക്കാം. അതൊരു 10 രൂപ കുറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൊക്കേഷൻ ഒന്ന് പറയാമോ? ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയില് താണികുടത്താണ്. താണികുടം ഭഗവതി അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് വരിക. അപ്പൊ ഞാൻ എന്തായാലും അശ്വിന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. ശരി, താങ്ക് യു.